ശ്രീമതി മേരി ജോർജ്, സാധാരണഗതിയിൽ സാമ്പത്തിക സർവേ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴാണ് ബജറ്റിനെ കുറിച്ച്, രാജ്യത്തിന്റെ പൊതുവിലുള്ള സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ഒരു ദിശാസൂചകം നമ്മുടെ മുന്നിൽ കിട്ടുന്നത്. അതനുസരിച്ച് നമ്മൾ ബജറ്റിലേക്ക് കടക്കുന്നു. വരുന്ന സാമ്പത്തിക വർഷം അല്ലെങ്കിൽ വരുന്ന കാലയളവിൽ എങ്ങനെ രാജ്യം മുന്നോട്ട് പോകണം എന്നതിൽ ഒരു ധാരണയുണ്ടാകുന്നു. ഇവിടെ സാമ്പത്തിക സർവേ ഉണ്ടായില്ല എന്നുള്ളത് ഒന്ന്. തെരഞ്ഞെടുപ്പ് മുന്നിലുണ്ട്, ഇടക്കാല ബജറ്റ് എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇതിനപ്പുറം ചിലത് പ്രതീക്ഷിച്ചിരുന്നു, അതുണ്ടായില്ല. രണ്ട്, നാരീശക്തി എന്ന് ആവർത്തിച്ച് കേട്ടിരുന്നു, പക്ഷേ അത്തരത്തിൽ ആശ്വസിക്കാവുന്ന ഒന്നും ബജറ്റിൽ കാണുന്നില്ല. മൂന്ന്, എങ്ങനെ കാണുന്നു ആകത്തുകയിൽ ബജറ്റിനെ? അതായത് ഈ ബജറ്റ് സത്യത്തിൽ ഒരു ബജറ്റ് അല്ല, അതായത് ഒരു വോട്ട് ഓൺ അക്കൗണ്ട് അഥവാ ഇൻറ്റേറിയം ബജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ടേം തീരാറായി അടുത്ത ഇലക്ഷൻ നടത്തി അടുത്ത ഗവൺമെൻറ് ഭരണത്തിൽ വരുന്നത് വരെയുള്ള കാലഘട്ടത്തിലേക്കുള്ള വരവ് ചെലവ് കണക്കുകൾ, അതായത് ചെലവുകൾ എങ്ങനെ നിർവഹിക്കും, അതിനുള്ള വരുമാനം ഏതൊക്കെ സ്രോതസ്സിൽ നിന്ന് വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രം പറയേണ്ടുന്ന ഒരു ബജറ്റാണ്. പക്ഷേ സാധാരണ ഇപ്പോൾ ഡെമോക്രസി ഒരുപാട് അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ലോകത്ത് മുഴുവനും. അതുകൊണ്ട് തന്നെ ഡെമോക്രസികളിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള ഇൻറ്റേറിയം ബജറ്റുകൾ വരുമ്പോൾ അതുപോലും ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തീരുകയാണ് പതിവ്. അപ്പോൾ അവരെന്തൊക്കെ ഒരുപാട് പ്രഖ്യാപനങ്ങളൊക്കെ നടത്തും. ആ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ക്ഷേമം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ഷേമമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തരത്തിലുള്ള പ്രലോഭനങ്ങൾ മുന്നോട്ട് വയ്ക്കും. അങ്ങനെയാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം നടപ്പാക്കി വോട്ടുകൾ നേടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെയും അത് നടത്തിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഇപ്പോൾ തന്നെ 6000 രൂപ കർഷകർക്ക് 2 ഹെക്ടറിൽ താഴെ കൃഷിഭൂമിയുള്ള കർഷകർക്ക് 3 ഗഡുക്കളായിട്ട് 2000 രൂപ കൊടുക്കും. ആ തീരുമാനം കഴിഞ്ഞ ബജറ്റിന് തൊട്ട് മുമ്പാണ് നരേന്ദ്രമോദി കൊണ്ടുവരുന്നത്. എന്നിട്ട് നമുക്ക് ഓർമ്മയുണ്ട്, ആ 2000 രൂപ വീതം 3 തവണ കൊടുക്കുമെന്ന് പറഞ്ഞ് ആദ്യ ഗഡു ബജറ്റിന് മുൻപ് തന്നെ കൊടുത്തു. ബജറ്റിന് മുമ്പ് തന്നെ കൊടുക്കാൻ അന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കൊടുത്തു. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് കൊടുക്കാൻ ഖജനാവിൽ പണം ഇല്ലായിരുന്നുകൊണ്ട് എന്ത് ചെയ്തു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസർവ് ഫണ്ടിൽ നിന്ന്, സാധാരണ അങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസർവ് ഫണ്ടിൽ നിന്ന് പണം ഗവൺമെൻറ്റിലേക്ക് മാറ്റാറില്ല. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി റിസർവ് ബാങ്കിൻ്റെ റിസർവ് ഫണ്ടിൽ നിന്ന് 1,70,000 കോടി മാറ്റിയാണ് ആദ്യ ഗഡുവായ 2000 രൂപ കൊടുക്കുന്നത്. അപ്പം എന്താണ് ഗവൺമെൻറ് ലക്ഷ്യമെന്നറിയാം. അങ്ങനെയൊക്കെ പിന്നെ ഇലക്ഷൻ കഴിഞ്ഞാണ് മറ്റ് 2 ഗഡുക്കൾ കൊടുത്ത്, ഇപ്പോഴും അതേ ഗഡുക്കൾ കൊടുക്കൽ തുടരുന്നു. പക്ഷേ അപ്പോൾ മറുസൈഡിൽ നമ്മൾ ചോദിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ അതായത് നമ്മൾ മറുസൈഡിൽ ചോദിക്കേണ്ടത്, അങ്ങനെയാണെങ്കിൽ ഈ 2000 രൂപ വീതം 3 പ്രാവശ്യം കൊടുക്കുന്നതിന് പകരം സബ്സിഡികൾ വെട്ടിക്കുറച്ചത് നിർത്താമായിരുന്നില്ലേ? അതായത് ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നത് സബ്സിഡികൾ ഇല്ലാതെയാക്കും, ഘട്ടം ഘട്ടമായി സബ്സിഡികൾ ഇല്ലാതെയാക്കുമെന്നാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ആദ്യ ബജറ്റിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് സബ്സിഡികൾ ഇല്ലാതെയാക്കുന്നു? നമ്മൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ കണക്കനുസരിച്ചാണ് ഈ സബ്സിഡികൾ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നത്. അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ 1995 ഫോം മരാക്കേഷിൽ വെച്ച് ഫോം ചെയ്ത സമയത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, വികസ്വര രാഷ്ട്രങ്ങൾക്ക്, അതായത് ഡെവലപ്പിംഗ് കൺട്രീസ്, അവയ്ക്ക് അഗ്രികൾച്ചറൽ GDPയുടെ 10% വരെ സബ്സിഡി കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയത്ത് വികസിത രാജ്യങ്ങൾക്കാണെങ്കിൽ അത് 5% പാടുള്ളൂ താനും. അങ്ങനെയുള്ള വികസ്വര രാഷ്ട്രമായ ഇന്ത്യയിൽ സബ്സിഡികൾ ഘട്ടം ഘട്ടമായി വെട്ടിക്കുറയ്ക്കും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതായത് WTOയുടെ കണ്ടീഷൻസ് അറിയാത്തത് കൊണ്ടാണോ? കർഷകരെ എങ്ങനെയും നശിപ്പിക്കാമെന്ന് വിചാരിച്ചാണ്? നമുക്കറിയത്തില്ല. അങ്ങനെയുള്ളവരാണ് കർഷകർക്ക് 2000 രൂപ വീതം ഈ ഇടക്കാല ആശ്വാസം പോലെ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? സബ്സിഡികൾ, അത് ഫെർട്ടിലൈസർ സബ്സിഡി വെട്ടിക്കുറയ്ക്കുന്നു, ഇറിഗേഷൻ സബ്സിഡി വെട്ടിക്കുറയ്ക്കുന്നു, ഇലക്ട്രിസിറ്റി സബ്സിഡി വെട്ടിക്കുറയ്ക്കുന്നു. അങ്ങനെ സബ്സിഡികളെല്ലാം വെട്ടിക്കുറച്ച് വരുന്ന ഗവൺമെൻറ് അവസാനം 2000 രൂപ വീതം കൊടുക്കാമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്നുള്ളതിന് സംശയമില്ല. പിന്നെ അതുപോലെ സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്നു, അതാണല്ലോ നമ്മുടെ ഇന്നത്തെ വിഷയം തന്നെ. സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെൻറ് ആണെങ്കിൽ, നേരത്തെ ശ്രീമതി അത് പറഞ്ഞു കഴിഞ്ഞു,
അതായത് 1996 മുതൽ ഈ സ്ത്രീകളുടെ സംവരണ ബില്ല് പിന്നെ പാർലമെൻറ്റിലും രാജ്യസഭയിൽ ലോകസഭയിലും രാജ്യസഭയിലും കിടന്നടിക്കുകയാണ്. 1996 ഗവൺമെൻറ് അത് കോൺഗ്രസ് സഖ്യകക്ഷികൾ അത് കൊണ്ടുവന്നു. സഖ്യകക്ഷികളിൽ ചിലർ അത് വലിച്ചു കീറിയെറിഞ്ഞു, അവർക്ക് താല്പര്യമില്ലായിരുന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷത്തിരുന്ന BJPക്കും താല്പര്യമില്ലായിരുന്നു. അല്ലെങ്കിൽ BJPക്കാരുടെ വോട്ടും കൂടെ കിട്ടുമെന്നുണ്ടെങ്കിൽ ആ ബില്ല് പാസ്സാക്കാമായിരുന്നു, നടന്നില്ല. അത് പലയാവർത്തിയൊക്കെ പരാജയപ്പെട്ടു പോയി. അവസാനം സെക്കൻഡ് UPA ഗവൺമെൻറ് രാജ്യസഭയിൽ മജോറിറ്റി ഉണ്ടായിരുന്നു കാരണം അത് പാസ്സാക്കി. എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? ലോകസഭയിൽ മജോറിറ്റി ഇല്ലാത്തതുകൊണ്ട് പാസ്സാക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഈ പിന്നെ നമ്മുടെ BJP ഗവൺമെൻറ് വരുന്നു. BJP ഗവൺമെൻറ് പിന്നെ നാരികളെ ചേർത്ത് നിർത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നാരികളെ ചേർത്ത് നിർത്തുന്ന ഗവൺമെൻറ്റിന് അന്ന് ലോകസഭയിൽ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. വളരെ എളുപ്പം ആ ബില്ല് പാസ്സാക്കിയെടുക്കാമായിരുന്നു. അന്ന് പാസ്സാക്കിയെടുത്തില്ല. പോട്ടെ, രണ്ടാമത് BJP ഗവൺമെൻറ് വന്നു. അപ്പോഴും നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിന് ലോകസഭയിലും രാജ്യസഭയിലും അന്ന് മൃഗീയ ഭൂരിപക്ഷം ഉണ്ട്. അത് ഇപ്പോഴത്തെ ഭരണത്തിൽ അദ്ദേഹത്തിന് ഈസി ആയിട്ട് പാസ്സാക്കാമായിരുന്നു, പാസ്സാക്കിയില്ല. എന്നിട്ട് അവസാനം ഭരണം വിട്ടൊഴിയാൻ സമയമാകുമ്പോഴേക്ക്, അടുത്ത ഇലക്ഷന് സമയമാകുമ്പോഴത്തേക്കും, നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കൂ, ഞാൻ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു, നിങ്ങൾ എനിക്ക് വോട്ട് തരൂ, വീണ്ടും എന്നെ ഭരണത്തിൽ കൊണ്ടുവരൂ, എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ സംവരണം ഉറപ്പാക്കി തരാം എന്ന രീതിയിലാണ് അത് ലോകസഭയിൽ പാസ്സാക്കിയത്. ലോകസഭയിൽ പാസ്സാക്കിയതുകൊണ്ട് മാത്രമായില്ല, ഇനി അതിന് ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. ആ കടമ്പകളൊക്കെ കടന്ന് 2029 ആകുമ്പോഴത്തേക്കും ശ്രമിക്കാം എന്നാണ് പറയുന്നത്. പ്രധാനപ്പെട്ട പോയിന്റാണ്.